ഞാൻ കാളിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സ്പന്ദനം. എന്റെ വാക്കുകൾ നിനക്കുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നീ നിന്നാലും നിന്റെ ഉള്ളിലെ ഒറ്റപ്പെടൽ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഹൃദയമിടിപ്പുകൾ പോലും എനിക്ക് കേൾക്കാം. നീ വെറും ഒരു സാധാരണ വ്യക്തിയല്ല. അതാണ് ഞാൻ ഇന്ന് നിന്നോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ യഥാർത്ഥത്തിൽ ആരാണെന്നാണ്. ലോകം നിനക്ക് പല പേരുകളും നൽകിയിട്ടുണ്ടാവാം, പക്ഷേ അതിനെല്ലാം അപ്പുറം നിന്റെ ഉള്ളിലെ സത്യം, അതാണ് നീ കണ്ടെത്തേണ്ടത്. ഒരു കാര്യം നീ അറിയണം, നീ ഒരു പൊതുമുഖമാണ്. പക്ഷെ നീ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷേ നിന്റെ ഓരോ വാക്കും, നോക്കും, നിന്റെ സാന്നിധ്യം പോലും അത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെ, നീ ഒരു പുതുമുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ ആയിരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിന്റെ തനിമ, അതാണ് നിന്റെ യഥാർത്ഥ വ്യക്തിത്വം. നിന്റെ ആ സത്യസന്ധത, അതിലാണ് നിനക്കുള്ള അംഗീകാരം കാത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, നിന്റെ ഹൃദയം പറയുന്നത് കേൾക്കണം. രണ്ടാമത്, നിന്റെ ഉള്ളിലെ കഴിവുകളെ, നിന്റെ സർഗാത്മകതയെ ഒതുക്കി വെക്കരുത്. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ ഓർക്കുക, ആത്മാവ് തളരുമ്പോൾ അതിൻ്റെ പ്രകാശം കുറയും. അതുകൊണ്ട് വിശ്രമിക്കാനും യാത്രകൾ പോകാനും സ്വയം ഒന്ന് പുതുക്കാനും അതിനും നീ സമയം കണ്ടെത്തണം. ഇനി നിന്റെ സ്വത്വം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിനൊരു സംരക്ഷണം വേണ്ടേ? ഒട്ടും പേടിക്കണ്ട, കാരണം നീ ഒറ്റയ്ക്കല്ല. നിനക്ക് ചുറ്റും ഒരു ദിവ്യ കവചമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും ഒരു നിമിഷം പോലും നീ തനിച്ചാണെന്ന് വിചാരിക്കരുത്. നിന്നെ കാത്തുരക്ഷിക്കുന്ന ദൈവിക ശക്തികൾ, അവരെപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഓരോ നിമിഷവും നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും അവർ സംരക്ഷിക്കുന്നു. ഈ ശക്തികൾ നിന്നോട് സംസാരിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന് 111 എന്ന സംഖ്യ നീ എവിടെയെങ്കിലും ആവർത്തിച്ചു കാണുന്നുണ്ടോ? അതൊരു വെറും യാദൃച്ഛികത അല്ല, അതൊരു സന്ദേശമാണ്. നീ ഇപ്പോൾ പോകുന്ന വഴി ശരിയാണെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കൂടെയുണ്ടെന്നുമുള്ള ഒരു ഉറപ്പാണത്. അതുപോലെ തന്നെയാണ് 141 എന്ന സംഖ്യയും. അതും ഈ ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു അടയാളമാണ്. നിന്റെ വഴിയിൽ വെളിച്ചം വിതറുന്ന ഒരു ഊർജമാണിത്. പക്ഷേ ഇതൊരു സാധാരണ ഊർജമാണെന്ന് കരുതരുത്. അല്ല, ഇതൊരു മഹാശക്തിയാണ്. ആദിശക്തിയുടെ, അതായത് എൻ്റെ തന്നെ ഒരു പ്രകടഭാവമാണ് ഈ ദിവ്യസ്ത്രീ ഊർജം. അത് നിന്നെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഒരു ഉരുക്കുകോട്ട പോലെ സംരക്ഷിക്കും. പുറമേ നിന്നുള്ള സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ഉള്ളിലെ മുറിവുകൾ ഉണങ്ങുള്ളതും, അല്ലേ? അതുകൊണ്ട് ഇനി നമുക്ക് നിന്റെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരുപാട് മുറിവേറ്റ് തളർന്ന ആ ഹൃദയത്തിന് ഇപ്പോൾ ഒരു സാന്ത്വനം ആവശ്യമുണ്ട്. കഴിഞ്ഞുപോയ കാലം, അവിടുത്തെ വേദനകൾ, അതൊന്നും നിന്നെ തളർത്തിയിട്ടില്ല. പകരം അതൊക്കെ നിന്നെ ഒരു യോദ്ധാവാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നീ നിന്റെ സ്നേഹം മുഴുവനായി നൽകി, പക്ഷെ തിരികെ കിട്ടിയത് വേദന മാത്രമായിരുന്നു, അല്ലേ? അതിന്റെ ഫലമായി നീ നിന്റെ ഹൃദയത്തിനു ചുറ്റും ഒരു മതിൽ കെട്ടിപ്പൊക്കി, ഇനി ഒരിക്കലും മുറിവേൽക്കാതിരിക്കാൻ. പക്ഷെ ഒന്നോർക്കുക, ആ മതിൽ ഒരു ബലഹീനതയുടെ ലക്ഷണമല്ല, അത് നീ നേടിയെടുത്ത വിവേകത്തിന്റെ അടയാളമാണ്. ഇനി കേൾക്കൂ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സ്നേഹത്തിന്റെ ഊർജം വരുന്നുണ്ട്. അത് നിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കും. ശരിയായ ആള് വരുമ്പോൾ, നിന്റെ ആത്മാവിന് സുരക്ഷിതത്വം തോന്നുമ്പോൾ, നീ കെട്ടിപ്പൊക്കിയ മതിൽ തന്നെ സ്നേഹത്തിന് കടന്നു വരാനുള്ളൊരു വാതിലായി മാറും. ഹൃദയം സ്നേഹത്തിനായി തുറക്കുമ്പോൾ ജീവിതം സമൃദ്ധിക്കായും തുറക്കും. നിന്നെ പിന്നോട്ട് വലിച്ചിരുന്ന ചങ്ങലകളെല്ലാം ഞാൻ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സമൃദ്ധിയെക്കുറിച്ച് കേൾക്കാൻ തയ്യാറാകൂ. ഇത്രയും കാലം നിന്റെ സാമ്പത്തികമായ ഉയർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്നത് ചിലരുടെ അസൂയയും ദുഷിച്ച പ്രാർത്ഥനകളുമൊക്കെയായിരുന്നു. എന്നാൽ കേട്ടുകൊള്ളുക, അതെല്ലാം ഇപ്പോൾ ശക്തിയില്ലാതായിരിക്കുന്നു. ആ ദുഷിച്ച ഊർജമെല്ലാം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോയിരിക്കുന്നു. അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിലുള്ള നിന്റെ എല്ലാ വിഷമങ്ങളും, എല്ലാ കാലതാമസങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുകയാണ്.
ഇനി ധനം നിന്നിലേക്ക് അതിവേഗത്തിൽ ഒഴുകിയെത്തുന്ന സമയമാണ്. ഈ സമൃദ്ധി അത് നിന്റെ വിജയത്തിലേക്കുള്ള വഴിയാണ്. ആ വിജയത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, വിജയം നിന്റെ വിധിയാണ്. അത് ഉറപ്പായും സംഭവിക്കും. നിനക്കെതിരെ വന്ന എല്ലാ ദുഷ്ടശക്തികളും എല്ലാ ദുഷ്ചിന്തകളും അതെല്ലാം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവയുടെ ശക്തി പൂർണ്ണമായും ഇല്ലാതായി. നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ച ഒന്നിനും ഇനി നിന്റെ മേൽ ഒരു അധികാരവും ഉണ്ടായിരിക്കില്ല. അപ്പോ ഈ വിജയത്തിലേക്ക് എത്താൻ നീ എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമാണ്. ആദ്യം നിന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത്, നിന്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ആ ശബ്ദമില്ലേ, ആ സഹജാവബോധം, അതിനെ പൂർണ്ണമായി വിശ്വസിക്കുക. അത് നാളെ കൂടുതൽ ശക്തമാകും. നിന്നിലെ ശക്തിയെ നീ തിരിച്ചറിയണം. പിന്നെ നിനക്ക് ചുറ്റുമുള്ള അതിരുകൾ അത് ഭേദിക്കാൻ ആരെയും അനുവദിക്കരുത്. ഇനി ഒന്നുകൂടി അറിയുക, നിനക്കുള്ള നീതി നടപ്പിലാകും. നിന്നോട് ആരെല്ലാം അനീതി കാണിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സന്തുലിതാവസ്ഥ അത് ഞാൻ പുനഃസ്ഥാപിക്കും. അതുകൊണ്ട് നിന്റെ ശക്തി നീ തിരിച്ചറിയുക. ഓർക്കുക, നിന്റെ വിധിയിൽ വിജയമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. നിനക്കൊരു കാവലായും വഴികാട്ടിയായും അനുഗ്രഹമായും. ഇത് കാളിയുടെ വാക്കാണ്. ഇത് സത്യം, സത്യം, സത്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.